അസ്സലാമലൈക്കും. സുഖമല്ലേ? എല്ലാവർക്കും സുഖമാകട്ടെ. എല്ലാവരെയും അള്ളാഹു രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് അടുത്തവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാനുള്ള അവസ്ഥ അള്ളാഹു ആർക്കും വരുത്താതിരിക്കട്ടെ. കാരണം ഓരോരുത്തരും വന്ന് നമ്മളെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമുണ്ട്. എല്ലാവരെയും നിവൃത്തിയുണ്ടെങ്കിൽ എല്ലാവരെയും സഹായിക്കാമായിരുന്നു റബ്ബേ എന്ന തോന്നലുമുണ്ട്. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല. നമ്മളെ തന്നെ നമ്മൾ താങ്ങാണ്. പിന്നെന്ത് ചെയ്യും? കാണുക, കേൾക്കുക, മനസ്സുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥിക്കുക, അതുണ്ടാവും എല്ലാവർക്കും എപ്പോഴും. ശത്രുക്കൾക്ക് പോലെയാണെങ്കിലും അതുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് പറയണം എന്താ വെച്ചാൽ ഞാൻ രേണുസുതിയുടെ കാര്യമാണ് പറയുന്നത്. രേണുസുതി മുടി പറിച്ചുകൊണ്ടൊരു വീഡിയോ. മുടി പറിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് മുടി കുറച്ച് ഇങ്ങനെ പിടിച്ചപ്പോൾ മുടി ഇങ്ങ് പോരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ ഉമ്മാനെയാണ്. കാരണം എൻ്റെ ഉമ്മാക്ക് 4ാമത്തെ കീമോ ആയപ്പോഴത്തേന് 2 കീമോ കഴിഞ്ഞപ്പോൾ തന്നെ മുടി കൊഴിഞ്ഞു വരാൻ പറ്റും. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ മൊത്തം കയ്യിലേക്ക് ഇങ്ങോട്ട് വരും. ആ അവസ്ഥയായി. 3ാമത്തെ കഴിഞ്ഞപ്പോൾ അതിനേക്കായി. 4ാമത്തത് കഴിഞ്ഞപ്പോഴത്തേന് 4ാമത്തെ കീമോ കഴിഞ്ഞ് 1 മാസമായപ്പോഴത്തേന് ഒരു മുടി പോലും തലയിലില്ലാതെ, ഒരൊറ്റ മുടി പോലും. ഞങ്ങൾക്കൊക്കെ അത് കാണുമ്പോൾ വല്ലാത്ത വേദനയുണ്ടായിരുന്നു. അവസാനം ഞാനും എൻ്റെ ആങ്ങളെയും പറഞ്ഞ് നമുക്ക് നമ്മളെ ഉമ്മാക്ക്, കാരണം എൻ്റെ ഉമ്മാക്ക് ആ മുടിയൊക്കെ പോയി മുട്ടയങ്ങിട്ടായപ്പോൾ വല്ലാത്ത വിഷമം എന്ന് വെച്ചാൽ താങ്ങാൻ പറ്റാത്ത വിഷമം എനിക്ക് എൻ്റെ ഉമ്മാക്ക്. കാരണം മുടി പോയതിലല്ല, രോഗത്തിലല്ല എൻ്റെ അമ്മക്ക് വിഷമം വന്ന്. ആ മുടി മൊത്തം അങ്ങോട്ട് പോയിട്ട് വെറും മാംസം മാത്രമായി തലയിൽ. അപ്പോൾ എൻ്റെ അമ്മക്ക് വല്ലാത്ത വിഷമമായി. അപ്പോൾ ഞങ്ങളെന്ത് കാണിച്ചെന്നാൽ ഒരു ശിശു വിഗുള്ള മാതിരത്തെ ഒരു ശിശു തുപ്പി അത് വാങ്ങിക്കൊടുത്തു. കാരണം നമ്മളൊക്കെ ഈ മക്കന ഷോള് ഇട്ട് മൂടുന്നത് കാരണം കൊണ്ട് അത് വല്ലാതെ അറിയില്ല. പക്ഷേ ഈ ഷോളൊന്നും ഉപയോഗിക്കാതെ തല അങ്ങനെ മുടഞ്ഞും കെട്ടിയൊക്കെ ഇടുന്നവർക്ക് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വല്ലാത്ത വിഷമമായിരിക്കും. കാരണം അങ്ങനെ ഒരു തല കൊണ്ട് പലവരുണ്ട് സോഷ്യൽ മീഡിയയിൽ, അങ്ങനെ രോഗം കൊണ്ട് ഇങ്ങനെ മുടി പൊഴിഞ്ഞ് പോയിരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഉമ്മാക്ക് അത് പോയെങ്കിലും കൂടിയിട്ട് ഞങ്ങൾക്ക് വിഷമമായിരുന്ന കാണുമ്പോൾ സാധാ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു തൊപ്പി, കറുത്ത തൊപ്പി വാങ്ങിക്കൊടുന്ന് അത് കെട്ടുകയും അത് കഴിഞ്ഞതിന് ശേഷം ഒരു മുടിയുള്ളത് മാതിരത്തെ ഒരു ചെറിയ വിഗുള്ള മാതിരത്തെ ഒരു തൊപ്പി, അതിങ്ങനെ ഇവിടം വരെ ഉണ്ടാവും. അപ്പോൾ ആ തൊപ്പി വാങ്ങിക്കൊടുന്ന് അത് വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഉമ്മാനെയും കൊണ്ട് ആസ്പത്രിക്ക് പോകുമ്പോഴൊക്കെ പോവുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മ അത് എടുക്കില്ല. അമ്മക്ക് ഇങ്ങനെ പറ്റ ഒരു മുടി പോലും ഇല്ലാതായപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ രേണുസുതിയുടെ ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ്, എൻ്റെ ഉമ്മാനെയാണ്. മുടി ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ അവൾ പറിച്ചെടുക്കുകയാണ്, ഈ ഭാഗത്ത് നിന്ന് ഇതാന്ന് പറഞ്ഞ് എടുക്കുകയാണ്. കാരണം അത് വേദന ഉണ്ടാവില്ല, അത് പറഞ്ഞ് പോരാനായിട്ട് നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ അത് വേദന ഉണ്ടാവില്ല അങ്ങനെ പറിച്ചെടുക്കുമ്പോൾ. ഒരു ഭാഗത്ത് കുറച്ചൊരു 1 ഇഞ്ച് സ്ഥലത്തൊക്കെ ആ മുടി പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അത് കീമോ കഴിയുമ്പോൾ സർവ്വസാധാരണ ഉണ്ടാവണതാണ്. എൻ്റെ ഉമ്മാക്ക് കീമോ കഴിഞ്ഞൊരു 4 കീമോ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് മുടി ഒരു 3 മാസമായപ്പോഴത്തേന് മുളക്കാൻ തുടങ്ങി. പിന്നെ ഒരു കൊല്ലമായപ്പോഴത്തേന് ആ പോയതിനേക്കായി നല്ല മുടി, അതായത് ഫസ്റ്റ് എല്ലാ മുടികളും ഒന്നിച്ച് മുളച്ച് വരുന്നത് കാരണം കൊണ്ട് പിന്നെയുള്ള മുടി നല്ല തിക്കൻസ് ഉള്ള മുടി, നല്ല മുടിയായിട്ട് ഒപ്പം വളർന്നു വന്നു. പിന്നെ കെട്ടാനും ഇതിനൊക്കെ നല്ല സുഖമായി, എല്ലാം ഇതായി. അപ്പം എൻ്റെ ഉമ്മ പറയായിരുന്നു ആ കീമോ കഴിഞ്ഞിട്ട് ആ മുടി പോയ ഒരവസ്ഥയിൽ മാനസികമായി ഉണ്ടായ വേദന. അപ്പോൾ രേണു അതേമാതിരി തന്നെ, രേണു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് പോകും, അത് ഉറപ്പാണ്. കീമോ കഴിഞ്ഞാൽ മുടിയെല്ലാം പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ആ മുടി വരും. 1 വർഷമാകുമ്പോഴത്തേന് ആ മുടികൾ വന്ന് പഴയ അവസ്ഥയിലേക്ക് എത്തും. അതുവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ റിതപ്പം എന്ന് പറഞ്ഞ കുട്ടീണ്ടല്ലോ, ആ കുട്ടിക്ക് വേണ്ടി അവൾ ജീവനോടെ ഇരിക്കുന്നത് ആവശ്യമാണ്. പിന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ വീഡിയോസിൽ, കിച്ചുവിനെ കാണിച്ചു കൊടുക്കരുത്, ഞാൻ എൻ്റെ 4 ആളെ മാത്രം, ചേച്ചീനെയും അച്ഛനെയും അമ്മേനെയും ചേട്ടനെയും മാത്രമാണ് ഏൽപ്പിക്കണമെന്ന്. അതൊന്നും പറയേണ്ട രേണു. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ
മനുഷ്യന്മാരാണ്. പ്രശ്നങ്ങളും വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നാളെ ഈ ഒരു ബന്ധം എനിക്ക് വേണ്ട എന്നുള്ള കാര്യങ്ങൾ നീ പറയരുത്. അത് നിൻ്റെ സ്ഥാനത്ത് ഒന്നും പറയുമ്പോഴാണ് കൂടുതൽ മനുഷ്യന്മാർ റിയാക്ഷൻ ചെയ്യുക. കാരണം നേരെ മറിച്ച് ഒരു പെറ്റ അമ്മയാണെന്നുണ്ടായിരുന്നെങ്കിൽ അത് പറയും, എന്നാലും സോഷ്യൽ മീഡിയ. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ മറക്കും, അവരൊന്നായി എന്ന് പറയും. പക്ഷെ നീ ഇങ്ങനെ നിന്നുകൊണ്ട്, അതായത് ഒരു രണ്ടാനമ്മയുടെ ടേബിളിൽ നിൽക്കുകയാണ് നീ. അപ്പോൾ അത് കാരണം കൊണ്ട് നീ അങ്ങനെ പറയാൻ പാടില്ല. നിനക്ക് മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ വിളിക്കുക, ഫോൺ ചെയ്യുക, അവനോട് നേരിട്ട് പറയാമെന്നല്ലാതെ ഇങ്ങനെയുള്ള വാക്കുകൾ നീ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കൂടുതൽ ദോഷങ്ങളെ അതുകൊണ്ട് വരുള്ളൂ, നന്മ വരില്ല. അവനേതായാലും കുഴപ്പമില്ല, 10-22 വയസ്സായ മോനാണ്. അവനിനി അവൻ്റെ ജീവിതം നോക്കാനുള്ളൊരു പ്രായവും ബുദ്ധിയും പക്വതയൊക്കെ അവനായിട്ടുണ്ട്. എന്തെല്ലാം തെറ്റ് ചെയ്താലും അതിനേക്കാളും എത്രയോ തെറ്റ് ചെയ്യുന്ന മക്കൾ നമ്മളെ നാട്ടിലുണ്ട്. 16-17 വയസ്സ് ആകുമ്പോൾ തന്നെ ഓരോരോ ലഹരിക്കും മറ്റുള്ളതിനും അഡിക്റ്റായിട്ടും പെൺകുട്ടികളുടെ ആണെങ്കിൽ പ്രേമത്തിൽപ്പെട്ടിട്ട് അങ്ങനെ പ്രശ്നമായിട്ടൊക്കെ ഉണ്ട്. ഏതായാലും നമ്മുടെ കിച്ചുവിന് അങ്ങനെയൊന്നും ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. കാരണം അച്ഛനും അമ്മയും ഇല്ലാത്തൊരു മോന് അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേമാതിരി രേണുവിൻ്റെ അവസ്ഥയിലും മുടി പോകുന്നുണ്ട്. മുടി പോയാലും ഒരു വർഷം കഴിയുമ്പോഴത്തേനും ആ മുടിയെല്ലാം വരും. നിൻ്റെ രോഗങ്ങൾ മാറട്ടെ. എന്താണെങ്കിലും പക വെച്ച് നടക്കണ്ട. പക നമുക്ക് നല്ലതല്ല. ആ പക നമ്മൾ കൊണ്ട് നടന്നാൽ നമുക്ക് തന്നെയാണ് നാശം. വാശിക്ക് നാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാശി വെക്കണ്ട. വാശി കൊണ്ട് നാശമേ നമ്മൾക്ക് ഉണ്ടാവുള്ളൂ. പറഞ്ഞെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുക, അതുണ്ടാകും. എത്ര നമ്മൾ നോക്കിയാലും സ്വന്തം കുടുംബത്തിൽ അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പയും മക്കളുമായിട്ട് പടങ്ങുന്നില്ലേ? കുറേ ദിവസം കഴിഞ്ഞ് ദേഷ്യം വരുമ്പോൾ നമ്മൾ പലതും പറയേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നില്ലേ എന്നത് മാതിരി വിചാരിച്ചാൽ മതി. അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും പക്ഷേ ഇങ്ങനെയുള്ളൊരു രണ്ടാനമ്മ എന്നുള്ളൊരു സ്ഥാനം രേണുവിനുള്ളത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാരത് പറയുന്നത്. നീ പറയുമ്പോൾ അത് കൂടുതൽ ഗൗരവമായിട്ട് എടുക്കും ജനങ്ങൾ. പെറ്റമ്മയാണ് പറയുന്നത് വെച്ചെങ്കിൽ അത് അമ്മയും മോനാണ് എന്നുള്ളൊരിതിൽ നിൽക്കും. പക്ഷേ നീ ഇങ്ങനത്തെ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിന്നെ അത് കൂടുതൽ മനുഷ്യന്മാർ വെറുക്കാൻ കാരണമായി തരും. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കുക. ഏതായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, രേണുവിൻ്റെ മുടി പറിച്ച് കാണിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഉമ്മാനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് പറയാനായിരുന്നു. ഞാൻ പറഞ്ഞ വാക്കുകളിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ, ആരെയും ഞാൻ അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോസിൽ കാണാം. രോഗങ്ങൾ ആർക്കും എപ്പോഴും വരാം. ആർക്കും എപ്പോഴും രോഗങ്ങൾ വരാം. നമ്മൾക്ക് ഇന്ന് രോഗമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെസ്റ്റിലൂടെ നമ്മൾക്ക് നാളെ ആ രോഗമാണെന്ന് പറഞ്ഞാൽ നമുക്കും വിഷമമുണ്ടാവും. അപ്പോൾ രോഗത്തെ പറ്റിയൊന്നും ആരും പറയല്ലേ. രോഗം ആർക്കും എപ്പോഴും നമ്മളെ സൃഷ്ടാവാണ് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.